ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ എങ്ങടെ പോണേന്നാവും നിങ്ങൾ നോക്കണത്. ഞാൻ എങ്ങോട്ടും പോണില്ല. ഞാൻ ഇന്നൊരു മീഷോ ഹോൾ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും എന്നെയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നല്ല എന്താ പറയുക, ജലദോഷം ഉണ്ടായിരുന്നു, മാറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് കുപ്പികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എടാ ടോമി, ഒന്നും മിണ്ടാണ്ടിക്കടാ, ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. ഞാൻ അകത്ത് വെക്കുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം, എൻ്റെ റിംഗ് ലൈറ്റ് അടിച്ചു പോയി. അത് കാരണം ലൈറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം ഞാൻ പുറത്ത് കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഫോൺ. അപ്പോൾ നമുക്ക് ഇന്ന് മീഷോ ഹോളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഫസ്റ്റ് റിംഗ് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് ഓർമ്മ വന്നത്. ഇതാ ഈ ഒരു കുട്ടി സംഭവം കേട്ടോ. നമ്മുടെ ഫോൺ വെച്ച് യൂസ് ചെയ്യുന്ന റിംഗ് ലൈറ്റാണ് കേട്ടോ. നമുക്ക് 1 2 3 അങ്ങനെ 3 എന്താ പറയുക ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 3 പ്രാവശ്യം. വേറെ ഡിഫറെൻറ്റ് കളറിൽ ലൈറ്റ് ഒന്നുമില്ല, വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. നമ്മുടെ വലിയ റിംഗ് ലൈറ്റിലൊക്കെ ആകുമ്പോൾ പല പല ഷെയ്ഡുകളുണ്ടാവും ലൈറ്റിൽ തന്നെ. ഇതിലങ്ങനെയൊന്നുമില്ല, ഒരു വൈറ്റ് കളർ ലൈറ്റ് തന്നെയാണ്. 3 പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താ കണ്ടോ, ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ക്യാമറ അവിടെ വെക്കുമ്പോൾ എനിക്ക് ശരിക്കും ക്ലാരിറ്റി കിട്ടണില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ മുറ്റത്തൊക്കെ കൊണ്ടുവച്ച് വീഡിയോ എടുക്കുന്നത്. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കാരണം എൻ്റെ ഫോണാകെ മാറ്റാറായി. ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ ആകെ തവിട് പൊടി. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല. 200 രൂപയുടെ താഴെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ലിങ്ക് അല്ല കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇത് റീൽസൊക്കെ എടുക്കണവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ പിന്നെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇടയായിട്ട് ഭയങ്കര മടിയുമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഈ ഒരു ബാഗാണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊക്കെ കുട്ടി കുട്ടി ബാഗുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചാളെ വിചാരിക്കുന്നു, ഇപ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്തേക്കും കാര്യങ്ങളിലൊക്കെ അടുത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ ബാഗിൽ കൊള്ളണം. അപ്പോൾ ഉദാഹരണത്തിന് സ്കാനിങ്ങിന് തന്നെ പോകണമെങ്കിൽ ഫയൽ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്, മറ്റേ കോളേജ് പിള്ളേരുടെ പോലെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു യൂസ്ഫുള്ളായിട്ട് ഒരു ബാഗ് വേണമെന്നുണ്ടായിരുന്നു, കുറച്ച് വലുപ്പമുള്ളത്. അങ്ങനെ ഞാൻ മീഷോന്ന് വാങ്ങിയൊരു ബാഗാണ് കേട്ടോ. ഇതിലാവുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, എല്ലാ സാധനങ്ങളും കൊള്ളും. വേണമെങ്കിൽ എന്നെ തന്നെ ഇതിൽ ചുറ്റിക്കുട്ടി വയ്ക്കാം, അത്ര വലിയ ബാഗാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ എൻ്റെ ഫയൽ കൊള്ളും, എല്ലാതും കൊള്ളും, വെള്ളം കൊള്ളും, അങ്ങനെ എല്ലാം നമുക്ക് കൊള്ളും. 2-3 പൊട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയപ്പോൾ ഉണ്ണികളുടെ നെറ്റിത്തുണ്ടാണ്ട് പൊട്ടെടുത്ത് കുത്തിയതാണ്. അപ്പോൾ ഇതും ഒരു കീ ചെയിൻ പോലൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഈ ബാഗ് നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഭയങ്കര സ്റ്റൈലായിട്ട് നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ബാഗ്, അല്ല രണ്ടാമത്തെ ബാഗ്. നമ്മൾ ഫസ്റ്റ് മറ്റേ റിംഗ് ലൈറ്റ് അല്ല കട്ടി. ഇതിനെന്ന് പറയുമ്പോൾ 350 ആ റേഞ്ച് ഉള്ളൂ കേട്ടോ. മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കള്ളി മാത്രമേ ഉള്ളൂ. ഇതിൽ വേണം എല്ലാം ഇടയ്ക്ക് പറക്കി വയ്ക്കാൻ. സിബുണ്ട്. അപ്പോൾ ഇതാണ് ബാഗ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇട്ടേച്ച് പോവാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഇട്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ടോമി കുറച്ചിട്ട് ഒരു രക്ഷയിലായിട്ട് ലാസ്റ്റ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ബാഗ്. മെറ്റീരിയലൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് നാളായിട്ട് കാട്ടിലിട്ട് വെച്ചിട്ട് വാങ്ങിയതാണ് മീഷോന്ന്. ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയ കാരണം നമ്മൾ ഈ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ടോപ്പുകളാണല്ലോ. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റുന്നത് കേട്ടോ. ഇത് ഒരു വാഷ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ആ പ്രിൻറ്റുകളൊക്കെ ഇളകിപ്പോവാണ്. അതിപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് അല്ല ചെയ്തത്, മെഷീൻ വാഷാണ് കേട്ടോ. ഇനി അതാണോന്ന് അറിയില്ല. എന്തായാലും എൻ്റെ പൈസ പോയി 200 സംതിങ് ആണ് കേട്ടോ ഇതിന് റേറ്റ്. പിന്നെ ഇന്ന് കുട്ടികളൊക്കെ ഉള്ള ദിവസമാണത്, കാരണം കുട്ടികളുടെ വോയിസൊക്കെ എൻ്റെ ഇടയിൽ കേൾക്കട്ടെ, അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ആകെ എന്താ പറയുക, എനിക്ക് ഭയങ്കര വിഷമമായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ ഇതായിപ്പോൾ. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനത്തെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ, നോൺ സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതുപോലത്തെ കയ്യിലുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദോശ ചട്ടിയിലേക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഒരു കയ്യിൽ.
അപ്പോഴാണ് കോംബോ കണ്ടത് 107 മറ്റോ രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള കയ്യിലുകളാണ് കേട്ടോ. ഒന്ന് നമുക്ക് മീൻ വറുത്ത് മറിച്ചിടാനും അതുപോലെ ദോശ ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ എണ്ണയിൽ പൊരിക്കുമ്പോൾ എടുക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കയ്യിലുകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നിലത്ത് വീണാലൊന്നും പെട്ടെന്ന് പൊട്ടില്ല. ഇത് മരത്തിൻ്റെ കയ്യിലുകളാണ് കേട്ടോ. ഒരെണ്ണം മാത്രം കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡ് ചൂട് വെള്ളത്തിലിട്ടിട്ട് കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇളക്കുമ്പോൾ ആ കളറ് നമ്മുടെ കറികളിലും മറ്റൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഞാൻ. പാറൂസിനും പൊന്നൂസിനും ഒരേപോലത്തെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. അത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്, കളറൊന്നും പോവില്ല എന്നാണ് വിചാരിക്കണത്. കാരണം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മെറ്റീരിയൽ കണ്ടിട്ട് പോവില്ല എന്നാണ് തോന്നണത് കേട്ടോ. ഇത് കോട്ടൺ അല്ല, ഒരു ക്രേപ്പ് മോഡൽ മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഇടാനായിട്ട്. ക്രേപ്പ് പിന്നെ എന്തോ മിക്സഡാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് മെറ്റീരിയൽ അറിയില്ല. പാൻറ്റിൻ്റെ അവിടെ 2 പോക്കറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് റെഡിയാക്കണം കേട്ടോ, പാൻറ്റുമ്പോൾ നമ്മൾ സൈസിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ പൊന്നൂസിനും പാറൂസിനും ഒരേപോലത്തെയാണ് എടുത്തത്, 2 എണ്ണം. ഒരെണ്ണമാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്ന് കണ്ടപ്പോൾ പൊന്നൂസിന് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു, അതുപോലെ തന്നെ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പൊന്നൂസിനും അതേപോലെ തന്നെ വാങ്ങി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മീഷോ ഹോൾ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ ആണ്, കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.